ഇങ്ങനെ നമുക്ക് സങ്കീർണങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ ജീവിത അനുഭവ തലങ്ങൾ നിൽക്കുമ്പോൾ വിശ്വാസമാണ് നമുക്ക് ആശ്വാസം നൽകണത്. എന്താണ് വിശ്വാസം? നമ്മൾ എന്ത് പറയും? കാണപ്പെടാത്തത് ഉണ്ട്. ഉണ്ട്. പിന്നെന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കും. വിശ്വാസത്തിന്റെ റോൾ എന്താ? വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫെയ്ത്ത്? അത് കാണപ്പെടാത്തത് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. പോയിന്റ്. നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദേർ. അതാണ് നമ്മൾ പറയണത് കർത്താവിൻ്റെ കൈകളിലെന്നാണ് നമ്മൾ പറയണത്. കാണപ്പെടാത്തത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ പറയും, എന്ത് പറയും? കർത്താവിൻ്റെ കൈകളിൽ ഉണ്ട് എന്ന് പറയും. കാണപ്പെടാത്തത് ഉണ്ട് എന്ന് വെച്ചാൽ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിലുണ്ടെന്നാണ്. അത് ആർക്ക് കിട്ടും? പ്രത്യാശിക്കുന്നവർക്ക് ലഭിക്കും. പ്രത്യാശിക്കുന്നവർക്ക്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യണത് ഈ പ്രത്യാശയാണ്. നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പ്രത്യാശയെയും വിശ്വാസത്തെയും മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എഫിഷ്യൻസിയാണ് ഉടമ്പടി കാഴ്ചവെക്കുന്നത്. അത് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ബുദ്ധിയുള്ളവരും കുറച്ചുകൂടി വിദ്യാഭ്യാസം കൂടുതലുള്ളവരും അച്ഛൻ ആദ്യം പറഞ്ഞ ഫോളോ ചെയ്യണം. രണ്ടാമത് പറയണത് അതിൽ താഴെ ഗ്രാസ്പിംഗ് പവർ ഉള്ളവർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്. നമ്മുടെ കയ്യിലില്ല, പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ അത് ഉണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം? വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ഈ പ്രത്യാശ ആരിലാണ്? ദൈവത്തിലാണ് പ്രത്യാശിക്കുന്നത്. ഈ പ്രത്യാശയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? നമ്മുടെ പ്രത്യാശയുടെ പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിശ്വാസം. പിന്നെന്താണ് വിശ്വാസം? അതാണ് ഈ പ്രാർത്ഥന. ഞാൻ ചില പ്രാർത്ഥനക്കാരെ ഞാൻ ശരിക്കും വഴക്കിടും. എന്താ കാര്യം? അവർ 60 വർഷമായാലും പ്രാർത്ഥന തന്നെയാണ് ഇൻസ്ട്രുമെൻ്റായിട്ട് കൊണ്ടു നടക്കുന്നത്. 60 വർഷമായാലും അവർക്ക് പ്രാർത്ഥന, അവർക്ക് അതേ അറിയാൻ പാടുള്ളൂ. പക്ഷെ ഒരു മേജർ സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പ്രാർത്ഥന ചിലപ്പോൾ പരാജയമായിരിക്കും. എന്താ കാര്യം? പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിലാണ്. അത് ദൈവിക പുണ്യത്തിൻ്റെ ആദ്യ ഭാഗമേ ആകുന്നുള്ളൂ. രണ്ടാം ഭാഗം എന്താണ്? പ്രത്യാശയാണ്. മൂന്നാം ഭാഗം എന്താണ്? സ്നേഹമാണ്. മനസ്സിലായില്ലേ? ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം, അതായത് ചില വിശ്വാസം ചില വിഷയങ്ങൾ പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ഈ കൊണ്ട് ഒരു 10 ജപമാല ചൊല്ലിയാൽ പ്രവർത്തനക്ഷമമാകും. പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ചിലത് അതിനേക്കാൾ മേജറാണത് പ്രാർത്ഥന കൊണ്ട് നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? പിശാസിനെ പുറത്താക്കണ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പിശാസിനെ പുറത്താക്കാൻ കഴിയാതിരുന്നതെന്ന് പറയുമ്പോൾ അതൊന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. കർത്താവ് താപോലിൽ നിറങ്ങുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഇത്തിരി പാടുള്ള പരിപാടിയാണ്. എന്നാലും അറിയണം. ഉടമ്പടിയിലൊക്കെ ഇങ്ങനെ 10 100 ധ്യാനം കൂടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ധ്യാനം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിന് ബാലപാഠങ്ങളിൽ കിടക്കും. ഉടമ്പടിയുടെ പുതുക്കൽ കൂടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഗ്രേഡ് വർദ്ധിക്കണം, കപ്പാസിറ്റി വർദ്ധിക്കണം. അതൊന്ന് വായിച്ചേ.